ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചോച്ചേരിക്കുന്നത്തേക്കാണ് പോണത്. ഈ മാസം കർക്കിടകല്ലേ, ഇനി എല്ലാ ഞായറാഴ്ച എല്ലാ അമ്പലങ്ങളും കിടന്ന് കറങ്ങും. ആനയൂട്ടല്ലേ. ഞാൻ കർക്കിടകം 1 നമ്മുടെ വടക്കുന്നാഥനിലായിരുന്നു. ഇന്നതേ ചോച്ചേരിക്കുന്നത്. ഇനി ഈ മാസം ലാസ്റ്റ് മതിക്കും. ഇതാണ് ചോച്ചേരിക്കുന്നതിലെ അടിവാരം ഗണപതി കോവിൽ. ശരിക്കും ഒരു തമിഴ് സ്റ്റൈലിലാണ് ഞങ്ങളുടെ ചോച്ചേരിക്കുന്ന അമ്പലം. 2 പിള്ളേരും കൊണ്ട് ഈ ചോച്ചേരിക്കുന്ന ഈ കയറ്റം മുഴുവൻ കയറാന്ന് പറഞ്ഞാൽ അത് ടാസ്കാണ്. പക്ഷേ മുരുകൻ്റെ ഒരു അനുഗ്രഹം പോലെ തനുട്ടി തന്നെ മുകളിൽ വരെ കയറി. അവനെ ജസ്റ്റ് കൈ പിടിച്ചുള്ളൂ. പൊന്നും തന്നയ്ക്ക് തന്നെ മുകളിൽ വരെ കയറി. തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ എടുത്തോട്ട് അവനെ. വഴുക്കലുണ്ടോ മഴ വീണ കാരണം. കണ്ടില്ലേ, മോൻ തന്നയ്ക്ക് ഫുള്ള് പടിഞ്ചവിട്ടി കയറിയത്. നോക്കി നടക്കട്ടെ ചേട്ടാ. അപ്പം ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ മേഖലയിലാണ് നമ്മുടെ ചോച്ചേരിക്കുന്നത്. കേരള പഴനി. ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി. എറണാകുളം ഏരിയയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആമ്പല്ലൂരിൽ നിന്ന് എത്തുമ്പോൾ റൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടോള് കൊടുക്കേണ്ടി വരും. അപ്പം ആമ്പല്ലൂരിൽ നിന്ന് റൈറ്റ് കയറി വരിക. മറ്റ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ പഴനീനെ വ്യത്യസ്തനാക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടായ തലമുണ്ടനം ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാവരും പഴനിക്കാണ് പോവുക മുണ്ടനം ചെയ്യാനായിട്ട്. ഇവിടെ കേരള പഴനിയിൽ ഞാൻ എൻ്റെ മോനെ തലമുണ്ടനം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സംതൃപ്തിയായിട്ടാണ്. അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. തല മുണ്ടനം ചെയ്യാൻ വരുമ്പോൾ ആദ്യം റെസീറ്റ് എടുത്ത് മുണ്ടനം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികളെ തല അവിടെ തന്നെ വെച്ച് നമുക്കൊന്ന് കുളിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി അവിടെ ചെറിയൊരു പൂജയൊക്കെ കഴിഞ്ഞ് കാവടി എടുത്ത് ഭഗവാനെ ഒരു റൗണ്ട് വലം വെച്ച് പിന്നെയാണ് നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുക. നന്നായി നമുക്ക് തൊഴാൻ പറ്റും. മറ്റ് പ്രസിദ്ധമായ അമ്പലങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള തൊഴലൊന്നും നടക്കുന്നു തോന്നില്ല. അത്രയ്ക്കധികം തിരക്കുണ്ട്. ഇവിടെ തിരക്കുണ്ടെങ്കിലും നമുക്ക് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് തൊഴാനായിട്ട് സാധിക്കും. ആർക്ക് തന്നെയോ ഇത്തവണ ആനയൂട്ടിന് ഒരാന ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. പിന്നെ പറഞ്ഞില്ലല്ലോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. അയ്യോ മുട്ടണ്ട, മഴയും കൂടി ഉണ്ടെങ്കിൽ എന്നെ പറയണ്ട. എന്ത് രസം അവിടെ നിന്നൊന്ന് നോക്കാൻ താഴേക്ക്. ഞങ്ങളിനി പോവാട്ടോ. ഇങ്ങോട്ട് വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ വന്ന് നോക്കി നോക്ക്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുക. നമ്മൾ പറഞ്ഞറിയിക്കണേക്കാളും അപ്പുറമാണ് ഇവിടുത്തെ ഭംഗി. 5:30 നമ്മുടെ ചോച്ചേരിക്കുന്ന നട തുറക്കും. 10:30 വരെ ഉണ്ടാവും. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ. സാറ്റർഡേ സൺഡേയും കുറച്ച് എക്സ്ട്രാ ടൈമും കൂടി ഉണ്ടാവും. കാരണം അന്ന് തിരക്കുണ്ടാവും. അപ്പം എല്ലാവർക്കും നിന്ന് തൊഴുത് വരണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേ എക്സ്ട്രാ ടൈം ഉണ്ടാവും. അപ്പോൾ വരാത്തവർ എന്തായാലും വന്നിരിക്കണം. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കി, കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി. ബട്ട് ഇതല്ലാണ്ട് ബസ് റൂട്ട് വേറെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് ഷോർട്ട് കട്ട് പിടിച്ച് പോയതാ. നല്ല മഴയുണ്ടായിരുന്നു. എന്ത് രസമാണ് നോക്കി. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ടാറ്റാ.